السلام عليكم ورحمة الله وبركاته. الحمد لله الواحد الأحد الفرد الصمد الذي لم يلد ولم يولد ولم يكن له كفوا أحد، والصلاة والسلام على من لا نبي بعده وعلى آله وصحبه أجمعين. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ഏറെ സ്നേഹം നിറഞ്ഞ സഹോദരന്മാരെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വചനങ്ങളായ വിശുദ്ധ ഖുർആനിൻ്റെ പഠനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആനക്കയ മണ്ഡലം സംഘടിപ്പിച്ച ഖുർആൻ സമ്മേളനത്തിലാണ് നാം ഓരോരുത്തരുമുള്ളത്. അല്ലാഹു തആല നമ്മുടെ ഈ സമയവും ഇതിനുവേണ്ടി പരിശ്രമിച്ച പരിശ്രമങ്ങളും സമ്പാദ്യങ്ങളുമെല്ലാം നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. വിശുദ്ധ ഖുർആൻ കഴിഞ്ഞ ക്ലാസ്സിലൂടെ ഏകദേശമൊക്കെ നമ്മൾ മനസ്സിലാക്കി നമ്മുടെ ജീവിതവുമായി എത്രത്തോളം അടുത്തു നിൽക്കേണ്ട ഗ്രന്ഥമാണ് എന്നുള്ളത്. അതിലേക്ക് കൂട്ടിച്ചേർത്ത് കൊണ്ടാണ് ഇൻഷാ അല്ലാഹ് എൻ്റെ സംസാരം ഉണ്ടാവുക. വിശുദ്ധ ഖുർആൻ നമ്മോട് സംവദിക്കുന്നത്, അല്ലാഹു തആല അവൻ്റെ അടിമകളായ മനുഷ്യരോട് സംവദിക്കുന്നത് എന്താണ് എന്നും ആ സംവാദങ്ങൾ, ആ വചനങ്ങൾ എങ്ങനെയാണ് മനുഷ്യന്റെ ജീവിതത്തിന് വഴികാട്ടിയാകുന്നത്, വെളിച്ചമാകുന്നത് എന്നത് കൃത്യമായി അറിയേണ്ടവരാണ് ഞാനും നിങ്ങളും. ഇസ്ലാം എന്നത് കേവലം ആചാരങ്ങളുടെ മതമല്ല, അത് ചിന്തയുടെയും ആലോചനകളുടെയും നമ്മുടെ ബുദ്ധി വികാസ മേഖലകളെ ആകമാനം സ്വാധീനിക്കുന്ന ആശയ ആദർശമാണ് ഇസ്ലാം എന്നത്. പലരും വിചാരിക്കുന്നത് കുറെ ആചാരങ്ങൾ ചെയ്താലാണ് ഒരു നല്ല മുസ്ലിം ആവുക എന്നതാണ്. അതുകൊണ്ടാണ് നമുക്ക് നാട്ടിൽ എമ്പാടും ആചാരങ്ങളുമായി ഖുർആനിൻ്റെ കൽപ്പനകളോട് കുലബന്ധം പോലും കാണിക്കാത്ത തരത്തിൽ ആചാരങ്ങൾ ഒരുപാടുള്ള സംഘടനകളും സംവിധാനങ്ങളും നാട്ടിലെമ്പാടുണ്ട്. അവിടെയാണ് ഇസ്ലാം കേവലം ആചാരങ്ങളുടെ മതമല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മറിച്ച് ചിന്തിക്കാൻ, അഫലാ തദക്കറൂൻ അഫലാ തതദബ്ബറൂൻ അഫലാ തഅഖിലൂൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് 100-ലേറെ സ്ഥലങ്ങളിൽ നിങ്ങൾ ചിന്തിക്കുന്നില്ലേ, നിങ്ങൾ നോക്കുന്നില്ലേ എന്നൊക്കെ ഖുർആൻ പറയുന്നുണ്ട്. ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ വിശുദ്ധ ഖുർആൻ നമുക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ എത്ര പേർ അതിനോട് കൂറ് പുലർത്താറുണ്ട്? നമ്മൾ എത്ര പേർ അതിനെക്കുറിച്ച് ചിന്തിക്കാറുണ്ട്? നിങ്ങൾ ചിന്തിക്കുന്നില്ലേ എന്ന ചോദ്യത്തിന് ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അല്പം ചിന്തയിലേക്ക്, നമ്മൾ ഒരു മനനത്തിലേക്ക് നമ്മൾ ഖുർആനെ എത്രത്തോളം അടുത്തറിഞ്ഞിട്ടുണ്ട്? ആ ഖുർആൻ നമ്മുടെ ജീവിതത്തിന് വഴികാട്ടിയായിട്ടുണ്ടോ? ആലോചിച്ചു നോക്കൂ. നിങ്ങൾ ഈ ഒരു ആധുനിക കാലഘട്ടത്ത് ശാസ്ത്രം പറയുകയാണ്, ബ്ലാക്ക് ഹോളുകളിൽ നിന്ന് പ്രത്യേക ശബ്ദം നമ്മുടെ സംവിധാനങ്ങൾക്ക് പിടിക്കപ്പെട്ടിരിക്കുന്നു, അല്ലെങ്കിൽ ഒരു അന്യഗ്രഹത്തിൽ നിന്നൊരു പ്രത്യേക ശബ്ദം കേട്ടിരിക്കുന്നു, നമ്മുടെ ഇവിടെ നാട്ടിൽ നിന്ന് വിക്ഷേപിക്കുന്ന ഉപഗ്രഹങ്ങൾ അത് പിടിച്ചെടുത്തിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞാൽ ഈ ലോകം അതിനെ ഏറ്റവും വലിയ നേട്ടമായിട്ടാണ് കാണുക. അതിനാണ് കോടികൾ രാജ്യത്തിന്റെ സമ്പത്ത് അതിൽ ചെലവഴിക്കുന്നവരാണ്. അതായത് പുറത്തു നിന്ന് വല്ലതും ലഭിച്ചാൽ
അതിൻ്റെ സത്യാവസ്ഥകൾ മനസ്സിലാക്കാൻ ഇന്നും ജീവൻ തേടിക്കൊണ്ടുള്ള യാത്രയാണ്. പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങളിലേക്ക് ലോകം പ്രവേശിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മൾ നിൽക്കുന്ന ഈ ഒന്നാം ആകാശം, ആ ഒന്നാം ആകാശത്തിലാണ് നമ്മൾ കാണുന്ന ഈ നക്ഷത്രങ്ങളെല്ലാം ഉള്ളത്. നമ്മൾ ഉൾക്കൊള്ളുന്ന ഒരു ഗാലക്സി ഉണ്ട്. ഭൂമിയും സൂര്യനും ചന്ദ്രനും മറ്റു ഗ്രഹങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു സൗരയൂഥം. ആ സൗരയൂഥത്തിൽ ഒരു ഗാലക്സിക്കകത്താണ് മിൽക്കി വേ ഗാലക്സി. അങ്ങനത്തെ 10,000-കണക്കിന് ഗാലക്സികൾ, കോടിക്കണക്കിന്, എണ്ണാൻ കഴിയാത്ത അത്രമേൽ നക്ഷത്രങ്ങൾ. അടുത്ത കാലം വരെ ഏറ്റവും വലിയ നക്ഷത്രം എന്നറിയപ്പെട്ടിരുന്ന സൂര്യൻ ശാസ്ത്രം വീണ്ടും തിരുത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനേക്കാൾ വലിയ നക്ഷത്രങ്ങളുണ്ട്. ബ്ലാക്ക് ഹോളുകൾ, പേര് നൽകാൻ കഴിയാത്ത അത്രമേൽ അന്ധകാരം നിറഞ്ഞിരിക്കുന്ന ഗ്രഹങ്ങൾ ഈ ലോകത്തുണ്ട്. അതൊക്കെ ഒന്നാം ആകാശത്താണ്. 7 ആകാശങ്ങൾ സംവിധാനിച്ചവൻ, അതിൻ്റെ മുകളിൽ അർശ്, അള്ളാഹുവിൻ്റെ സൃഷ്ടിയാണ് അർശും. അതിൻ്റെയും ഉപരിയിലാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല. സുബ്ഹാനല്ലാഹ്. ആ അള്ളാഹു നമ്മോട് സംസാരിക്കുകയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, മൂസാ നബിക്ക് അങ്ങേയറ്റത്തെ ആഗ്രഹമായിരുന്നു ആ റബ്ബിനെ കാണണം എന്നുള്ളത്. മൂസ, നിന്റെ കണ്ണുകൊണ്ട് എന്നെ കാണാൻ കഴിയില്ല എന്ന് പറഞ്ഞു. എന്നാലും പടച്ചോനെ, അള്ളാഹുവിൻ്റെ പ്രകാശത്തിൻ്റെ ഒരു പ്രഭ വെളിപ്പെട്ടപ്പോൾ തന്നെ പർവ്വതങ്ങൾ തകർന്നു, മൂസാ നബി ബോധം കെട്ടു വീണു. ഇതൊക്കെ ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത്. ആ അള്ളാഹുവിൻ്റെ സംസാരമാണ് നമ്മുടെയൊക്കെ കൈകളിലുള്ളത്. നമ്മോട് അള്ളാഹു സംസാരിക്കുകയാണ്. അത് തിരിച്ചറിഞ്ഞില്ലെങ്കിൽ നമ്മളെക്കാൾ വലിയ അവിവേകികൾ ആരാണ്? ആ അള്ളാഹു എന്താണ് ഈ ആകാശങ്ങൾക്കപ്പുറത്ത് നിന്ന് വഹയിലൂടെ ഈ സമുദായത്തിന്, ഈ സമൂഹത്തിന് നൽകിയത് എന്ന് പരിശോധിച്ചില്ലെങ്കിൽ നമ്മളെക്കാൾ വലിയ വിഡ്ഢികൾ ആരാണ്? അതുകൊണ്ട് അതിനുള്ള സമയം നമ്മൾ കണ്ടെത്തണം. ഒരു പക്ഷേ ആരോ രചിച്ച അല്ലെങ്കിൽ അല്പം ആളുകൾ കൂടി ചർച്ച ചെയ്ത ഒരു സിലബസ്, അത് പൂർത്തിയാക്കാൻ വർഷങ്ങളോളം നമ്മുടെ മക്കളും നമ്മളൊക്കെ പരിശ്രമിക്കാറുണ്ട്. വർഷങ്ങളോളം. അതിൽ അവർ പറയുന്നത് അവരുടെ നിഗമനത്തിൻ്റെയും അനുമാനത്തിൻ്റെയും അടിസ്ഥാനത്തിൽ സത്യമാണെന്ന ബോധ്യത്തിൽ നമ്മൾ അത് ചെയ്യുന്നു. എന്തിനേറെ, നമ്മുടെ ശരീരത്തിൽ കീറി മുറിച്ചുകൊണ്ട് ഓപ്പറേഷനുകൾ നടത്തി അതിനെ ഇങ്ങനെ ചെയ്താൽ ഇന്ന അസുഖങ്ങൾക്ക് ഭേദമാണെന്ന് പലരുടെയും ഗവേഷണത്തിലൂടെയും നിഗമനത്തിലൂടെയും നടത്തുന്ന ഒരു സർട്ടിഫിക്കറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു അറിയപ്പെട്ട ഡോക്ടറേറ്റ് നേടിയ ഒരാൾ കാലങ്ങൾക്ക് ശേഷം അത് അങ്ങനെയല്ല ചെയ്യേണ്ടിയിരുന്നതെന്ന് തിരിച്ചറിഞ്ഞാൽ അദ്ദേഹം കീറി മുറിച്ച ശരീരങ്ങൾ ഒരു പക്ഷേ മണ്ണിനടിയിലായിരിക്കാം. പിന്നെയും പിൽക്കാലത്താണ് അതിനേക്കാൾ കൂടുതൽ സജ്ജീകരണങ്ങൾ തെളിയിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷെ നമ്മൾ അത് പഠിക്കപ്പെട്ടു. 5-6 വർഷക്കാലം ലക്ഷങ്ങൾ നമ്മുടെ അധ്വാനങ്ങൾ, നമ്മുടെ സമ്പത്ത് ചെലവഴിച്ചുകൊണ്ട് നമ്മൾ ഡോക്ടർമാരായി. കാരണം അത് നമ്മുടെ നാട്ടിൽ ജീവിക്കാൻ നമുക്ക് ആവശ്യമാണെന്ന് തോന്നി. എങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഈ 7 ആകാശത്തിനും ഉപരിയിലുള്ള അള്ളാഹുവിൻ്റെ വചനങ്ങൾ സുവ്യക്തമായി നമുക്കൊക്കെ പാരായണം ചെയ്യാൻ കഴിയുന്ന രീതിയിൽ എളുപ്പമാക്കി തന്നവൻ. വലഖദ് യസ്സർനൽ ഖുർആന ലിദ്ദിക്രി ഫഹൽ മിൻ മുദ്ദക്കിർ. അല്ലേ, ഖുർആനെ നാം എളുപ്പമാക്കിയിരിക്കുന്നു. ആലോചിച്ചു, അള്ളാഹുവിൻ്റെ വചനങ്ങളാണ്. അള്ളാഹ്ക്ക് വേണമെങ്കിൽ അത് കടുകട്ടിയാക്കാമായിരുന്നു. പക്ഷെ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്ന തരത്തിൽ, നമ്മൾ അറബികൾ പോലുമല്ല. നമ്മൾ അറബികളല്ലാഞ്ഞിട്ടും ഈ ഖുർആനിനെ അതിൻ്റെ മഖ്റജോടുകൂടി, തജ്വീദോടുകൂടി പാരായണം ചെയ്യാൻ നമുക്ക് സാധ്യമാകുന്ന സംവിധാനം അള്ളാഹു ഒരുക്കിയിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. അതുകൊണ്ട് ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുന്ന ചില കാര്യങ്ങൾ മാത്രം നിങ്ങൾ ഓർമ്മയിലേക്ക് കൊണ്ടുവരാണ്. ഒരു പക്ഷേ ആധുനിക കാലഘട്ടത്ത് ഖുർആൻ 1400 വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞ കാര്യങ്ങളും തെളിയിക്കപ്പെട്ട 1-2 ശാസ്ത്രീയ സത്യങ്ങൾ കൂടി നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാണ്. ഇതെന്തിന് പറയുന്നു? ഈ ഖുർആൻ വീടിന്റെ ഷെൽഫുകളിൽ വെക്കാനുള്ളതല്ല. അത് പൊടി പിടിച്ച് മാറാല പിടിച്ച് അലമാരകളിൽ ഉയരങ്ങളിലേക്ക് എത്താനുള്ളതല്ല, മറിച്ച് ഹൃദയങ്ങളിലേക്ക് വരാനുള്ളതാണ്. ഏത് ഹൃദയത്തെയും കീഴടക്കാൻ ഖുർആനിന് കഴിയുമെന്നുള്ളതാണ്. എന്നാൽ ഖുർആനിനെ ഒരു മാറ്റം വരുത്താൻ ഒരു ഹൃദയങ്ങൾക്കും കഴിയൂല. ആലോചിച്ച് നോക്കൂ, 1400 വർഷങ്ങളായി എത്ര ഗവേഷണങ്ങൾ നടന്ന് എത്ര പണ്ഡിതന്മാർ ഈ ലോകത്തുനിന്ന് കഴിഞ്ഞുപോയി. ആർക്കെങ്കിലും ഖുർആനിന്റെ ഒരായത്ത് മാറ്റാൻ കഴിഞ്ഞോ? ഒരു വചനത്തിന്, ഒരു ഹർക്കത്തിന് മാറ്റം വരുത്താൻ പറ്റിയോ? അങ്ങനെ മാറ്റം കഴിയില്ല. എന്നാൽ
ലക്ഷക്കണക്കിന് മില്യൺ കണക്കിന് ആളുകളുടെ ഹൃദയങ്ങളെ മാറ്റിമറിച്ച വിശുദ്ധ ഖുർആനാണ് നമ്മുടെ കൈകളിലുള്ളത്. അതാണ് ദൈവികമാണെന്നതിന്റെ ഏറ്റവും വലിയ തെളിവ്. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറയിൽ അല്ലാഹു തആല പറയുന്നുണ്ട്, ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർളി വഖ്തിലാഫിൽ ലൈലി വൻ നഹാരി ലആയാതിൻ ലിഉലിൽ അൽബാബ്. സൂറത്തു ആലി ഇംറാനിലൂടെ അല്ലാഹു പറഞ്ഞതാണ്, ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർളി വഖ്തിലാഫിൽ ലൈലി വൻ നഹാരി ലആയാതിൻ ലിഉലിൽ അൽബാബ്. ആകാശഭൂമികളുടെ സൃഷ്ടിപ്പ്, രാത്രിയും പകലും മാറി മാറി വരുന്നത്, ചിന്തിക്കുന്ന ആളുകൾക്ക് അതിൽ ദൃഷ്ടാന്തമുണ്ട് എന്നുള്ളതാ. നമ്മളൊക്കെ രാത്രിയോടടുക്കുന്നു, സന്ധ്യാസമയമായി. ഇതെങ്ങനെ ഇങ്ങനെ ആകണത് ചിന്തിച്ചിട്ടുണ്ടോ? നമ്മൾ രാത്രിയാകുമ്പോൾ രാത്രിക്കത്തെ സ്വഭാവമാകുന്നു, നേരം പുലരുമ്പോൾ അതിനുശേഷമുള്ള നമ്മളെ ജോലികൾ മറ്റു സമ്പാദ്യ മേഖലയിലേക്ക് പ്രവേശിക്കുന്നു, രാത്രി നമുക്ക് ഉറങ്ങാൻ വിശ്രമിക്കാനുള്ള അവസരമാക്കുന്നു. അങ്ങനെ നമ്മൾ രാവും പകലും മാറി വരുന്നത് നമുക്കത്ര വലിയ ഗൗരവമല്ല. അതെങ്ങനെ സംഭവിക്കുന്നു? ലോകത്തിന്റെ ഈ ഭൂമിയുടെ വ്യത്യസ്ത മേഖലകളിൽ വ്യത്യസ്ത തരത്തിലാണ് രാവും പകലുള്ളത്. അപ്പൊ ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർളി വഖ്തിലാഫിൽ ലൈലി, ആകാശഭൂമികളെയും രാവും പകലും മാറി മാറി വരുന്നതും ചിന്തിക്കുന്ന ആളുകൾക്ക്, ആലോചിക്കുന്ന ആളുകൾക്ക് ദൃഷ്ടാന്തമാണ്. അപ്പൊ നമ്മൾ ആലോചിച്ച് നോക്കണം, അപ്പോൾ നമുക്ക് ദൃഷ്ടാന്തമുള്ളൂ. ഇല്ലേ നമുക്ക് ഇങ്ങനെ ഒരു എന്നും ബന്ധു പോകുന്ന ഒരു അതിഥിയെ പോലെ അങ്ങനെ രാവും പകലും മാറിക്കൊണ്ടിരിക്കും. 24 മണിക്കൂറിലും ഭൂമി കറങ്ങും എന്ന് പറഞ്ഞതുപോലെ നമ്മളങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കും. ചിന്തിക്കണം, ചിന്തിച്ചു നോക്കണം നമ്മൾ. അത് നമുക്ക് ചിന്തിക്കാൻ കഴിയുന്ന രീതിയിലാണ് അല്ലാഹു തആല സംവിധാനിച്ചിട്ടുള്ളത്. സൂറത്തു ബഖറയിലെ 164-ാമത്തെ ആയത്തിൽ അല്ലാഹു തആല ഇതേ ആയത്തിന് ഉപയോഗിച്ചുകൊണ്ട് കുറച്ചും കൂടി കൂടുതലായി പറഞ്ഞു, ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർളി വഖ്തിലാഫിൽ ലൈലി വൻ നഹാരി വൽ ഫുൽകി ലത്തി തജ്രി ഫിൽ ബഹർ. ആകാശവും ഭൂമിയും, ആകാശങ്ങളും ഭൂമിയും, അതുപോലെ തന്നെ രാവും പകലും, അതുപോലെ തന്നെ വൽ ഫുൽകി ലത്തി തജ്രി ഫിൽ ബഹർ, കടലിലൂടെ സഞ്ചരിക്കുന്ന കപ്പൽ. അല്ലേ, ടൺ കണക്കിന് വെയിറ്റുമായിട്ടാണ് കപ്പലുകൾ സഞ്ചരിക്കുന്നത്. ആലോചിച്ച് നോക്കുങ്ങൾ, 10-15 നിലകളുള്ള കെട്ടിടങ്ങളുമായി കടലിലൂടെ, വെള്ളത്തിലൂടെ കപ്പലുകൾ സഞ്ചരിക്കുന്നു. 1 ഗ്രാം തൂക്കമുണ്ടെങ്കിൽ തന്നെ വെള്ളത്തിൽ നിന്ന് താന്നു പോകും, നമുക്കറിയാം. എന്നാൽ മില്യൺ കണക്കിന് ടൺ വെയിറ്റുള്ള ബിൽഡിങ്ങുകളായി കപ്പലുകൾ കടലിലൂടെ സഞ്ചരിക്കുന്നുണ്ട്. ആ കപ്പലിന്റെ ഷേപ്പ് അതതിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഖുർആൻ ഉപയോഗിച്ച കാര്യം വൽ ഫുൽകി ലത്തി തജ്രി ഫിൽ ബഹർ ബിമാ യൻഫഉ നാസ്, ജനങ്ങൾക്ക് ഉപകാരമായി സംവിധാനിക്കപ്പെട്ട കപ്പലുകൾ. അതുപോലെ തന്നെ വമാ അൻസലല്ലാഹു മിനസ് സമാഇ മാഅൻ, ആകാശത്തിൽ നിന്ന് അല്ലാഹു തആല ഇറക്കി നൽകുന്ന വെള്ളം. ഫഅഹ്യാ ബിഹിൽ അർള ബഅദ മൗതിഹാ, നിർജീവമായ ഭൂമിയെ അല്ലാഹു ആ വെള്ളം ഇറക്കിക്കൊണ്ട് ജീവസുറ്റതാക്കുന്നു. വബസ്സ ഫീഹാ മിൻ കുല്ലി ദാബ, അതിൽ നിന്ന് അല്ലാഹു തആല ഓരോ ധാന്യങ്ങൾ പുറത്തു കൊണ്ടുവരുന്നു. വതസ്രീഫിർ റിയാഹി വസഹാബിൽ മുസഖ്ഖറി ബൈനസ് സമാഇ വൽ അർള്, ആകാശഭൂമികൾക്കിടയിൽ കാറ്റുകളെയും മേഘങ്ങളെയും സംവിധാനിച്ചവൻ. വതസ്രീഫിർ റിയാഹ്, കാറ്റിനൊരു വേഗതയുണ്ട്, ഒരു പക്ഷേ നമുക്കതറിയില്ല. ഇന്ന് രാവിലെ പോലും പുലർച്ചെ 4 മണിക്ക് പോലും നമ്മുടെ മൊബൈലിൽ ഒരു സൈറൺ വന്നിട്ടുണ്ടാവും. അടുത്ത 3 മണിക്കൂറിൽ ശക്തമായ മഴക്കും 50 km/h വേഗതയുള്ള കാറ്റും വീശാൻ സാധ്യതയുണ്ട്. എത്ര പവറുണ്ട് കാറ്റിന്! ഒരു പക്ഷെ നമ്മളെ താഴത്തേക്ക് എത്തുമ്പോഴേക്ക് നമുക്കത് അനുഭവിക്കാൻ അത്ര വലിയ കാറ്റായി തോന്നുന്നില്ല. ഈ മേഘങ്ങളെ വലിച്ചു കൊണ്ടുപോകുന്നത് മില്യൺ കണക്കിന് ടൺ ഭാരമുള്ള മഴക്കാറുകൾ നിറഞ്ഞു നിൽക്കുന്ന മേഘങ്ങളുണ്ട്. അതായത് ഒരു പുഴയിലേക്ക് വേണ്ട വെള്ളം ഒരു മേഘത്തിലുണ്ടെന്ന. സുബ്ഹാനല്ലാഹ്. അതങ്ങോട്ട് പൊളിഞ്ഞു വീണാല് അതിനെ കഷ്ണമാക്കി ചീന്താക്കി തുള്ളികളാക്കിയിട്ടാണ് പഠിച്ചോ നമുക്ക് തരുന്നത്. അതങ്ങനെ ആ നിൽക്കുന്ന ടൺ കണക്കിന് ആ മേഘം ഒരു നാട്ടിലേക്കാണ് പെയ്താൽ ആ നാട് പ്രളയത്തിലാണ്. അതിനെ പാകമാക്കി തന്നവനാരാ? അതിനൊരു കാലഘട്ടം നൽകിക്കൊണ്ടില്ലേ. നമുക്കൊരു 6 മാസക്കാലം മഴക്കാലം അല്ലെങ്കിൽ 3-4 മാസക്കാലം മഴക്കാലം കിട്ടുന്നു. സുഭിക്ഷമായ ജീവിതത്തിന് അനുയോജ്യമായ രീതിയായി നമ്മുടെ മണ്ണിനെ അള്ളാഹു മാറ്റിയിരിക്കുന്നു. എത്ര അത്ഭുതങ്ങളാണ്! ഞാൻ പറഞ്ഞു തന്നത്, ആ മേഘങ്ങളെ പോലും കാറ്റ് തള്ളിക്കൊണ്ടുപോകുന്നുണ്ട്. എത്ര വേഗതയിലാണ്! അതൊന്നും ശാസ്ത്രീയമായി ഒരു പക്ഷെ അളക്കാൻ കഴിയാത്ത അത്രമേൽ വേഗതയിലാണ്. അതൊക്കെ നമുക്ക് ചിന്തിക്കാനുള്ളതല്ലേ. ഇതൊക്കെ നമ്മോട് സംവദിക്കണം. എന്തിനറിയോ? പടച്ചോനൊന്നും ഇല്ല, അങ്ങനെ ഒരു സംഭവം ഇല്ല എന്നൊക്കെ പറയുന്ന ആളുകൾക്ക് ചിന്തിക്കാനും പടച്ചവനിലേക്ക് തിരിച്ചു വരാനും വേണ്ടിയിട്ടാണ്. പക്ഷെ നമ്മളിതൊന്നും അറിഞ്ഞില്ലെങ്കിലോ, ഈ ഖുർആൻ നമ്മോട് സംവദിക്കുന്നു നമ്മൾ അറിഞ്ഞില്ലെങ്കിലോ,
നമുക്ക് ഇത്തരത്തിലുള്ള അവിവേകികളോട് അല്ലെങ്കിൽ അബദ്ധത്തിൽ പെട്ടുപോയ ആളുകളെ എങ്ങനെ നമുക്ക് നേർവഴിയിലേക്ക് കൊണ്ടുവരാൻ കഴിയും? അതുകൊണ്ട് നമ്മൾ പഠിക്കണം. അതിനാണ് ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. എന്നിട്ട് അള്ളാഹു അതിന്റെ ബാക്കിയായി പറയാണ്, ബുദ്ധിയുള്ള ആളുകൾക്ക് അതിൽ ദൃഷ്ടാന്തമുണ്ട്. ഇനി വിശുദ്ധ ഖുർആൻ മറ്റൊരു സ്ഥലങ്ങളിൽ പറഞ്ഞു, വഫി അൻഫുസികും അഫലാ തുബ്സിറൂൻ, നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരത്തിലേക്ക് നോക്കിയാൽ ഒരുപാട് ദൃഷ്ടാന്തങ്ങളുണ്ട്. അഫലാ തുബ്സിറൂൻ, നിങ്ങൾ അത് കണ്ടറിയുന്നില്ലേ? നമ്മുടെ ശരീരം, നേരത്തെ ഇബ്രാഹിം സലഫി പറഞ്ഞതുപോലെ, നമ്മുടെ ശരീരത്തിലേക്ക് നോക്കിയാൽ എത്രയാനും അത്ഭുതങ്ങൾ നിറഞ്ഞതാണ് ഈ ശരീരം. അത്ഭുതങ്ങളുടെ കലവറയാണ്. 1800കളിൽ 1858 വിരലടയാളം ഒരു രേഖയായി പഠനം നടന്ന് ഗവേഷണം നടത്തി തെളിയിക്കപ്പെട്ടത്. നമുക്കൊക്കെ ഓരോരുത്തർക്കുള്ള വിരലടയാളങ്ങളുണ്ട്. ഏകദേശം 800 കോടി ജനങ്ങൾ ഭൂമിയിൽ ഇന്ന് ജീവിക്കുന്നുണ്ടെങ്കിൽ 800 കോടി ആളുകൾക്കും ഇത് യുണീക്കാണ്, വേറെ വേറെയാണ്. ഒരു ഉമ്മയുടെ ഗർഭപാത്രത്തിൽ, ഒരു ഉപ്പയുടെ ബീജത്തിൽ നിന്നും, ഒരു ഉമ്മയുടെ അണ്ടത്തിൽ നിന്നും 2 കുഞ്ഞുങ്ങൾ ജനിച്ചാൽ, ഇരട്ട കുഞ്ഞുങ്ങൾ അതല്ലെങ്കിൽ 3 ആവട്ടെ 4 ആവട്ടെ, എത്ര പേർ ജനിച്ചാലും ആ ഒരേ ഗർഭപാത്രത്തിൽ ഒരേ വെള്ളവും വായുവും ശ്വസിച്ച് കുടിച്ച് ഒരേ വിറ്റമിനുകൾ ശരീരത്തിലേക്ക് എത്തുന്ന ആൾക്കും ഇത് വ്യത്യസ്തമാണ്. സുബ്ഹാനല്ലാഹ്. ആലോചിച്ച് നോക്കുങ്ങള്, 1858 സർ വില്യം ഹെർഷൽ വിരലടയാളം ഓരോ വ്യക്തിക്കും വ്യത്യസ്തമാണെന്ന് ആദ്യമായി തിരിച്ചറിയുന്നത്. 1800 പറഞ്ഞാൽ ഇപ്പൊ 2026 ആയിട്ടുള്ളൂ, ഒരു 200 കൊല്ലങ്ങൾക്ക് മുമ്പ്. എന്നാൽ 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് തന്നെ അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ ഇതുമായി ബന്ധപ്പെട്ട ആയത്ത് സൂറത്തുൽ ഖിയാമയിൽ 4-ാമത്തെ ആയത്ത്, ബലാ ഖാദിരീന അലാ അൻ നുസവ്വിയ ബനാന. സുബ്ഹാനല്ലാഹ്. ബലാ ഖാദിരീന അലാ അൻ നുസവ്വിയ ബനാന, അവരുടെ വിരൽ തുമ്പുകളെ ശരിപ്പെടുത്തിയവനാണ്. തിരിച്ചു കൊണ്ടുവരൂല, രണ്ടാമതൊരു ഉയർത്തെഴുന്നേൽപ്പ് നാൾ ഉണ്ടാവില്ല എന്ന് എങ്ങനെ നിങ്ങൾക്ക് പറയാൻ കഴിയും? നിങ്ങളുടെ വിരൽ തുമ്പുകളെ ശരിപ്പെടുത്തിയവനാണ് അവൻ. സുബ്ഹാനല്ലാഹ്. അത് അല്ലാഹു തആല അന്ന് പറഞ്ഞിട്ടുണ്ട്, വിരൽ തുമ്പുകൾ. നമ്മുടെ ഓരോ ശരീരത്തിൽ ഓരോന്നും, രോമങ്ങൾ യുണീക്കാണ്, തൊലി യുണീക്കാണ്, നമ്മുടെ കണ്ണുകൾ യുണീക്കാണ് അല്ലെ? ആധാറിനൊക്കെ നമ്മൾ കൊടുത്തപ്പോൾ 4 വിരലും 5 10 വിരലും നമ്മുടെ കണ്ണും സ്കാൻ ചെയ്തിട്ടുണ്ടാവും. മൊബൈലിലൊക്കെ ഇന്ന് ഫേസ് ഐഡികൾ ഉണ്ട്. കണ്ണ് ഫേസ് ചെയ്തിട്ട് ആ കണ്ണ് വെച്ചിട്ടാണ് അത് ഡിറ്റക്ട് ചെയ്യുന്നത്. നമ്മുടെ കണ്ണ് നമുക്ക് മാത്രമുള്ളതാണ്. ഒരു പക്ഷേ ഫേസ് ഐ ഡി കൊടുത്ത ഒരാൾ ലെൻസ് മാറ്റി, കണ്ണിന്റെ ഓപ്പറേഷൻ ചെയ്ത് ലെൻസ് മാറ്റി ചിലപ്പം അത് ഡിറ്റക്ട് ചെയ്യൂല. അപ്പൊ അത്രക്കും യുണീക്കാണ് നമ്മുടെ സൃഷ്ടിപ്പ്. അള്ളാഹു ചോദിക്കാണ്, വഫി അൻഫുസികും, നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരത്തിൽ തന്നെ ഇല്ലേ, അഫലാ തുബ്സിറൂൻ, നിങ്ങൾ അത് കണ്ടറിയുന്നില്ലേ? അപ്പൊ ഈ വിരലടയാളം എത്ര അത്ഭുതമാണ്. അതിനെ സംവിധാനിച്ച് ബലാ ഖാദിരീന അലാ അൻ നുസവ്വിയ ബനാന ബൽ യുരീദുൽ ഇൻസാനു ലിയഫ്ജുറ അമാമ. ആ ഖിയാമയിലൊക്കെ ആയത്തുകൾ നമ്മളിങ്ങനെ പഠിച്ചാൽ അത്ഭുതം നമ്മുടെ പിന്തുടർന്ന് നമ്മൾ ഗവേഷണം നടത്തിക്കൊണ്ടേയിരിക്കും. കാരണം നമ്മൾ പഠിക്കാൻ ഒരുങ്ങിയാൽ ദീന് നമുക്ക് വളരെ എളുപ്പമാക്കും. നേരത്തെ നമ്മുടെ സംസാരിച്ച വ്യക്തി പറഞ്ഞല്ലോ നമ്മുടെ തലച്ചോറിനെ കുറിച്ച്. വളരെ വെയിറ്റ് കുറഞ്ഞ സാധനം, 1.5 കിലോന്റെ താഴെ വരുന്ന ഒരു തലച്ചോറ്, അത് ചെയ്യുന്ന പ്രവർത്തനം എന്താ? അതിൽ നിന്ന് പോകുന്ന നമ്മളെ ശരീരത്തിലെ ഓരോ ഞാടി ഞരമ്പുകളിലേക്കുമുള്ള സിഗ്നലുകൾ കറക്റ്റ് പ്രവഹിക്കുന്നുണ്ട്. ഞാൻ ഈ സംസാരിക്കണമെങ്കിൽ എൻ്റെ ഈ ശ്വാസകോശത്തിന്റെ മുകളിൽ നിന്നുള്ളൊരു പൈപ്പ് ഉണ്ട്. അതിൽ നിന്നൊരു കാറ്റ് മാത്രമേ വരുന്നുള്ളൂ, ഒരു കാറ്റ് മാത്രമേ ഇവിടുന്ന് ഫോഴ്സ് ചെയ്യുന്നുള്ളൂ. ആ കാറ്റിനെ ഒരു 2 മസിലുകൾ തമ്മിൽ വൈബ്രേറ്റ് ചെയ്ത് അതിന് ഒരു ചലിപ്പിക്കൽ വരും. ആ ചലിപ്പിക്കലാണ് എനിക്ക് സംസാരം എന്ന ഒരു കഴിവ് തരുന്നത്. സുബ്ഹാനല്ലാഹ്. അതിനെ ഞാൻ എത്ര സ്പീഡിൽ സംസാരിക്കണം, എത്ര നിർത്താതെ എത്ര സംസാരിക്കണം ഒക്കെ തീരുമാനിക്കണം ഇവിടുത്തെ മസിലുകളാണ്. അതിന് വീക്ക് വന്നാൽ സംസാരത്തിന് നമുക്ക് പ്രയാസം ഉണ്ടാവും. അത് നിയന്ത്രിക്കുന്നത് ആരാ? തലച്ചോറാണ് അല്ലെ? ഇങ്ങനെ ആക്കുമ്പോൾ കൈകളിന്റെ വിരലുകൾ, ഒരാളെ ഇങ്ങോട്ട് വിളിക്കാൻ നമുക്ക് ഇങ്ങനെ ആക്കണം. പക്ഷെ ആ വിരലുകൾ ഇങ്ങനത്തെ വരെ ഇങ്ങനെ ആക്കിയാൽ അയാൾ വരുമോ? ഇല്ല. ബ്രെയിന് കൊടുക്കണം എങ്ങനെ വിളിക്കേണ്ടത്, എങ്ങനെയാ ഡിസൈൻ ചെയ്തിട്ടുള്ളത്, ഒക്കെ ബ്രെയിനിൽ നിന്നാ പോകുന്നത്. ആ തലച്ചോറ് സംവിധാനിച്ചവൻ അല്ലേ? ഏകദേശം ഒരു മസ്തിഷ്ക സെല്ലിൽ തന്നെ എൻസൈക്ലോപീഡിയ ബ്രിട്ടാനിക്കയുടെ 5 ഇരട്ടി കപ്പാസിറ്റി ഉണ്ട് നമ്മളെ ഒരു സെല്ലിൽ. അങ്ങനത്തെ
എത്ര സെല്ലുകളാണ് നമ്മുടെ തലച്ചോറിലുള്ളത്. സുബ്ഹാനല്ലാഹ്. നമ്മുടെ മെമ്മറി പവർ അല്ലെ, നമുക്കൊക്കെ മൊബൈലിൽ 128 GB 256 GB എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ GB കൂട്ടിയോണ്ട് നമ്മള് ഫോട്ടോ എടുത്തിട്ട് നിറഞ്ഞിട്ട് ഇപ്പൊ അവസാനമൊക്കെ ഇറങ്ങിയ ഫോൺ ഒരു 256 അല്ലെങ്കിൽ 512 GB ഒക്കെയാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വരുന്നത്. ഇനി ഒരു TB 1 TB വരും, 1000 GB നമുക്ക് തികയുന്നില്ല. എന്നാൽ മില്യൺ കണക്കിന് GB നിറഞ്ഞ മെമ്മറി കാർഡ് നമ്മുടെ തലച്ചോറിലുണ്ട്. എന്നിട്ടും നമുക്ക് ദീന് പഠിക്കാനോ ഈ ഖുർആനിന്റെ വചനങ്ങൾ ഹൃദ്യസ്ഥമാക്കാനോ ഈ പറയുന്ന ഞാൻ ഉൾപ്പെടെ കേൾക്കുന്ന നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കാത്തതുകൊണ്ടാണ്, അല്ലാതെ നമുക്കതിന് കപ്പാസിറ്റി ഇല്ലാത്തതുകൊണ്ടല്ല. അപ്പൊ അതൊക്കെ സംവിധാനിച്ച പടച്ചവൻ അല്ലെ, ഒരു സെക്കൻഡിൽ ഏകദേശം 1,00,000 സന്ദേശങ്ങൾ തലച്ചോറിന്ന് പ്രവഹിക്കുന്നുണ്ട്. 1,00,000 സന്ദേശങ്ങൾ. അതൊക്കെ അതിൻ്റെതായ ദിശകളിലേക്ക് എത്തുന്ന. കാലിലൊരു മുള്ളു തട്ടിയാൽ ആ സ്ഥലത്ത് മുള്ളു തട്ടി എന്ന് ബ്രെയിൻ മനസ്സിലാക്കി അവിടേക്ക് വേദന, അവിടേക്കുള്ള ബറ്റാലിയൻ പട്ടാളക്കാർ തയ്യാറാക്കണം ആ വരുന്ന പ്രതിസന്ധിയെ തടുക്കാൻ അല്ലെ. നമുക്കൊക്കെ ഒരു വീണ് കഴിഞ്ഞാൽ നെറ്റി മുഴക്കും അല്ലെങ്കിൽ മുഴ പൊന്തുന്ന കാണാം, അവിടെ പ്രതിരോധം തീർക്കുകയാണ്. അതൊക്കെ ആരുടെ നിർദ്ദേശമാണ്? ബ്രെയിനിൽ നിന്ന് പോകുന്ന സന്ദേശങ്ങളാണ്. അതുപോലെ തന്നെ നമുക്കൊരു ഹൃദയമുണ്ട്. ഒരു മിനിറ്റിൽ ഏകദേശം 70 തവണ മിടിക്കും, 72 തവണ മിടിക്കുന്ന ഒരു ഹൃദയം നമുക്കുണ്ട്. നേരത്തെ അദ്ദേഹം പറഞ്ഞല്ലോ, നമ്മുടെ വിരൽ തുമ്പിൽ നിന്ന് ശരീരത്തിന്റെ മുഴുവൻ ഭാഗങ്ങളിലേക്കുള്ള രക്തപ്രവാഹം നിയന്ത്രിക്കുന്ന ഹൃദയം. ഒരു മിടിപ്പിൽ ഹൃദയം ആ രക്തങ്ങളെ ഉള്ളിലേക്കെടുത്ത് മോശരക്തങ്ങളെ, അശുദ്ധ രക്തങ്ങളെ സ്വീകരിച്ച് ശുദ്ധരക്തം പുറത്തുവിടുന്നു. ഏകദേശം ഒരു ദിവസം നമ്മൾ 1,00,000 തവണ നമ്മുടെ ഹൃദയം മിടിക്കണം എന്നാണ്. ഒരു ദിവസം നമുക്കൊരു ചുറ്റിക അടിക്കാൻ എത്ര ചുറ്റിക അടിക്കാം? ഒരു മിനിറ്റിൽ കഴിയും, അല്ലെങ്കിൽ ഒരു മണിക്കൂറിൽ കഴിയും. നമ്മൾ കുഴങ്ങിയാൽ നിൽക്കൂലേ? ഹൃദയം നിർത്തുന്നുണ്ടോ പണി? ഹൃദയം നമ്മൾ ഉറങ്ങുമ്പോഴും ഹൃദയം മിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ അത്ഭുതം നമ്മുടെ ശരീരത്തിൽ അള്ളാഹു സംവിധാനിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഏകദേശം ഒരു 60 വയസ്സ് വരെ ജീവിക്കുന്ന ഒരാൾക്ക് 10,000 ഓയിൽ ടാങ്കറിൽ വഹിക്കപ്പെടുന്ന രക്തം വേണ്ടി വരുന്നതാണ്. ഈ വർക്ക് ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഒരു ദിവസം നമ്മൾ എടുക്കുന്ന രക്തത്തിനെ ഒരു 60 വയസ്സെടുക്കുന്ന ഒരാൾ വരെ ജീവിക്കുന്ന ഒരാളുടെ ലൈഫിലേക്കൊന്ന് മാറ്റി നോക്കിയാൽ 10,000 ഓയിൽ ടാങ്കറുകൾ വഹിക്കപ്പെടാൻ മാത്രം രക്തം ശരിക്കും നമുക്ക് വേണ്ടി വരുമായിരുന്നു. പക്ഷേ അതിനൊക്കെ വളരെ കൃത്യമായി സംവിധാനിക്കുന്ന നമ്മുടെ ശരീരഘടന. വഫി അൻഫുസിക്കും, നിങ്ങളിൽ തന്നെ അഫലാ തുബ്സിറൂൻ, നിങ്ങൾ കണ്ടറിയുന്നില്ലേ എന്ന് അല്ലാഹുവിന്റെ ചോദ്യം നമ്മോടുണ്ട്. അതുപോലെ തന്നെ നമുക്കൊരു ശ്വാസകോശമുണ്ട്. എന്താണ് അതിന്റെ വലിപ്പം? ഒരു പക്ഷെ നമുക്ക് കാഴ്ചയിൽ നോക്കിയാൽ ഈ ഒരു നെഞ്ചിന്റെ ഉള്ളിൽ ഒതുങ്ങിക്കൂടുന്ന ഒരു ചെറിയ ഒരു 10-15 സെന്റിമീറ്റർ വലിപ്പമുള്ള ഒരു അവയവമായിട്ട് നമുക്കതിനെ കാഴ്ചയിൽ കാണാറുള്ളത്. അതിന്റെ യഥാർത്ഥ വ്യാപ്തി എത്ര? അതങ്ങോട്ട് പരത്തി നീർത്തി വെച്ചാലുണ്ടല്ലോ ഒരു ടെന്നീസ് കോർട്ടിന്റെ വലിപ്പം ഉണ്ടാവുന്നു. ഇതിലേറെ വലിപ്പം ഉണ്ടാവും, ഈ ഹാളിനേക്കാൾ വലിപ്പം ഉണ്ടാവും നമ്മുടെ ശ്വാസകോശം. അതാണ് അടക്കി ഒതുക്കി മടക്കി ഇതിൻ്റെ ഉള്ളിലുള്ളത്. നമ്മുടെ ശരീരത്തിലെ അവയവങ്ങൾ, അതുപോലെ തന്നെ ഞരമ്പുകൾ അല്ലെ, നമ്മുടെ നാഡീ ഞരമ്പുകൾ ഏകദേശം 96,000 കിലോമീറ്റർ നീളത്തിൽ അത് നീർത്തിവെച്ചാൽ ഉണ്ടാവുന്നതാണ്. ഭൂമിയുടെ ചുറ്റളവ് 40,056 കിലോമീറ്റർ ഉള്ളൂ. ഭൂമിയെ 2 വട്ടം ചുറ്റാനുള്ള ഞരമ്പുകൾ നമ്മുടെ ശരീരത്തിലുണ്ട്, നാഡീവ്യൂഹങ്ങളുണ്ട്. സുബ്ഹാനല്ലാഹ്. അതൊക്കെയാണ് ഈ സഞ്ചരിക്കുന്നത് അല്ലെ. ഈ ഒരു ഭാഗം ഇങ്ങനെ പൊളിച്ചാൽ ഇതിൻ്റെ ഉള്ളിലെ എഞ്ചിനീയറിംഗ് കണ്ടാൽ അത്ഭുതപ്പെട്ടു പോകും. എത്ര ഞരമ്പുകളാണ് പോകുന്നത്. ഈ കാണുന്ന കണ്ണിന്റെ അകത്തിലൂടെ സഞ്ചരിക്കുന്ന ചെറിയ മുടിയേക്കാൾ നേർത്ത ഞരമ്പിലൂടെയും രക്തപ്രവാഹം നടക്കുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്. ഇതൊക്കെ സംവിധാനിച്ചവൻ. നമ്മുടെ കിഡ്നി അല്ലെ, എല്ലാ ദിവസവും 180 ലിറ്റർ രക്തം അത് അരിച്ചെടുക്കുന്നുണ്ട്. അതതിന്റെ പണി ഏറ്റവും വൃത്തിയിൽ ചെയ്യുന്നു. നമ്മുടെ ആമാശയങ്ങൾ ദഹന പ്രക്രിയ ചെയ്യുന്നു അല്ലെ. ഏകദേശം ആമാശയത്തിന്റെ അകത്തൊരു ആസിഡ് ഉണ്ട്, ഹൈഡ്രോക്ലോറിക് ആസിഡ്, HCl. അതിന്റെ പവർ എത്രയാണ്? ഒരു ബ്ലേഡൊക്കെ എത്തിക്കഴിഞ്ഞാൽ തന്നെ ബ്ലേഡിനെ വരെ നുരുമ്പിച്ച് കളയാനുള്ള പവർ ഈ ആസിഡിനുണ്ട്. അതാണ് നമ്മൾ ഈ ഒരു ആമാശയം എന്ന
ഒരു അവയവത്തിന്റെ ഉള്ളിൽ സംവിധാനിച്ചിട്ടുള്ളത്. ആ ആമാശയത്തിന്റെ അകത്തെ തൊലി ഓരോ 3 ദിവസവും കൂടുമ്പോൾ പുതിയതായി മാറി മാറി വരുന്ന, ആലോചിക്കുക, ആ ആസിഡിനെ സംവിധാനിക്കാൻ ഇതൊക്കെ ആര് നിയന്ത്രിക്കുന്നു? ഒരു ഡിസൈനറും ഇല്ലാതെ ഇത് സ്വമേധയാ പോകാന്നൊക്കെ പറയുന്നവൻ അവനേക്കാൾ വലിയ വിഡ്ഢി ഈ ലോകത്താരുള്ളത്. ഇതും പടച്ചോൻ സംവിധാനിച്ചത് ഈ ഒരു 60-70 വയസ്സ് വരെ ജീവിക്കുന്ന ഈ ഭൂമിക്ക് വേണ്ടിയാണ്. സുബ്ഹാനല്ലാഹ്. ആലോചിക്കുക, ഉമ്മയുടെ ഗർഭപാത്രം മുതൽ നമ്മൾ സഞ്ചരിക്കാൻ തുടങ്ങിയ ഈ യാത്ര, ഒരു 60-70 വയസ്സ് കാലം കഴിഞ്ഞാൽ മണ്ണോട് മണ്ണ് ചേർന്ന് ദ്രവിച്ചു പോകാൻ ഉതകുന്ന തരത്തിലാണ് നമ്മുടെ ശരീരത്തെ സംവിധാനിച്ചത്. ഏതെങ്കിലും ഒരു ഭാഗം പ്ലാസ്റ്റിക് ഉണ്ടോ മണ്ണോട് ദഹിക്കാത്തത്? ഇല്ലല്ലോ. എന്നാലും നമ്മൾ ഉയർത്തെഴുന്നേൽപ്പിക്കാൻ എത്ര കരിച്ചു കളഞ്ഞാലും എത്ര മണ്ണോട് മണ്ണടഞ്ഞാലും ഒരു ചെറിയ അവയവം ബാക്കി ഉണ്ടാകുമെന്ന് ഹദീസുകളിൽ നമുക്ക് കാണാൻ പറ്റും. അതിനെക്കുറിച്ചൊക്കെ പഠനം നടക്കുന്നുണ്ട്. ഒരു പക്ഷേ വരും കാലങ്ങളിൽ അതൊക്കെ തെളിയിക്കപ്പെട്ടേക്കാം. അല്ലാഹു അഅലം. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഖുർആൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അത് യാഥാർത്ഥ്യമാണെന്ന ബോധ്യമുള്ളവരാണ്. അത് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടോ പെട്ടില്ലേ എന്നുള്ളത് നമ്മുടെ വിഷയമേ അല്ല. എന്നാൽ തെളിയിക്കപ്പെട്ടത് കൂടുതൽ നമുക്ക് ഈമാൻ നൽകുകയാണ് വേണ്ടത്. അതാണ് നിങ്ങളുടെ ഓർമ്മയിലേക്ക് കൊണ്ടുവന്ന ഈ 1-2 കാര്യങ്ങൾ. ഒന്ന് നമ്മുടെ ശരീരത്തിലേക്ക് നോക്കിയാൽ, വഫി അൻഫുസികും അഫലാ തുബ്സിറൂൻ വഫിൽ അർളി ആയാതുൽ ലിൽ മൂഖിനൂൻ വഫിൽ അർളി ആയാതുൽ ലിൽ മൂഖിനീൻ എന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തിയത് അല്ലെ. ഈ ഭൂമിയിൽ ഒരുപാട് ദൃഷ്ടാന്തങ്ങളുണ്ട് ചിന്തിക്കുന്ന ആളുകൾക്ക്. ഇനി നോക്കൂ, ഖുർആൻ ജീവികളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, തേനീച്ചയെ കുറിച്ച്. ഒരു പക്ഷെ നിങ്ങൾ കേട്ടവരായിരിക്കാം, ഒന്നുകൂടി ഓർമ്മയിലേക്ക് കൊണ്ടുവരികയാണ്. വിശുദ്ധ ഖുർആൻ സൂറത്തുൻ നഹ്ലിൽ അല്ലാഹു തആല പറയുന്നു, വഅൗഹാ റബ്ബുക ഇലൻ നഹ്ലി അനിത്തഖ്ദി മിനൽ ജിബാലി ബുയൂതൻ വമിനശ് ശജരി വമിമ്മാ യഅരിശൂൻ. ആധുനിക പഠനങ്ങളിൽ പറയുന്നത് അല്ലെ, ഏകദേശം 1600കളിലാണ് തേനീച്ചയെ കുറിച്ചുള്ള ഡീപ്പായിട്ടുള്ള സ്റ്റഡി നടക്കുന്നത്. അതിൽ ഒരു തേനീച്ചകളെ ലാബിലിട്ട് അവർ കൃത്യമായി പരിശോധിച്ചു. അങ്ങനെ ശാസ്ത്രീയമായി അവർ തെളിയിക്കപ്പെട്ടത് പെൺ തേനീച്ചകളാണ് ജോലി ചെയ്യുന്നത് എന്നും ആൺ തേനീച്ചകൾ കൂട്ടിൻ്റെ അകത്ത് നിന്ന് കൂടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നവരാണ്. അതായത് റാണിയുമായി മെയ്റ്റ് ചെയ്യുകയും അങ്ങനെ മരിക്കുകയും ചെയ്യുന്ന അല്ലെങ്കിൽ നശിക്കുകയും ചെയ്യുന്നവരാണ് ആൺ തേനീച്ചകൾ. പെൺ തേനീച്ചകളാണ് കൂടുണ്ടാക്കുന്നവരും തേൻ തേടി പോകുന്നവരും ജോലി ചെയ്യുന്നവരൊക്കെ പെൺ തേനീച്ചകളാണ്. വിശുദ്ധ ഖുർആൻ സൂറത്തുൻ നഹ്ലിൽ ഉപയോഗിച്ച പ്രയോഗമാണ് ഏറ്റവും പ്രധാനം. വഅൗഹാ റബ്ബുക ഇലൻ നഹ്ലി അനിത്തഖ്ദി മിനൽ ജിബാലി ബുയൂത. അല്ലാഹു പറയാണ്, റബ്ബിന് തേനീച്ചക്ക് അതിന്റെ റബ്ബ് വഹി നൽകിയിട്ടുണ്ട്, ബോധനം നൽകിയിട്ടുണ്ട്. എന്താണ്? അനിത്തഖ്ദി മിനൽ ജിബാലി ബുയൂത, പർവ്വതങ്ങളിൽ വീടുണ്ടാക്കാൻ. അവിടെ ഉപയോഗിച്ച അനിത്തഖ്ദി എന്നാണ്, സ്ത്രീലിംഗമാണ്. പുരുഷന്മാരോട് ഇത്തഖദ് എന്ന് ഉപയോഗിച്ചാൽ മതി. എന്നാൽ ഇത്തഖദി എന്ന് പറയണമെങ്കിൽ സ്ത്രീലിംഗമാണ്. അപ്പോൾ തന്നെ മനസ്സിലാക്കാം, അല്ലാഹു തആല 1400 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അവിടെ അതിൻ്റെ ഒരു വേർതിരിവ് നമുക്ക് മനസ്സിലാക്കി തന്നു. ഇന്നാണ് ഒരുപക്ഷെ ആധുനിക കാലഘട്ടത്താണ് അതിനെക്കുറിച്ച് പഠനം നടന്ന് പെൺ തേനീച്ചകളാണ് ജോലി ചെയ്യുന്നവരും കൂടുണ്ടാക്കുന്നവരും തേൻ തേടി പോകുന്നവരുമെന്ന് തെളിയിക്കപ്പെട്ടു. വീണ്ടും അല്ലാഹു പറഞ്ഞു, ജനങ്ങൾ ജീവിക്കുന്നിടങ്ങളിലും അതുപോലെ തന്നെ മരങ്ങളിലും പർവ്വതങ്ങളിലും നീ കൂടുണ്ടാക്കിക്കൊള്ളുക. പിന്നെയോ സുമ്മ കുലി മിൻ കുല്ലി സമറാത്ത്, എല്ലാ ഫലങ്ങളിൽ നിന്നും നീ ഭക്ഷിച്ചു കൊള്ളുക. ആണോ? കുൽ എന്ന് പറഞ്ഞാൽ ആണിനോട് പറയുന്നതാണ്, കുലി എന്ന് പറഞ്ഞാൽ സ്ത്രീലിംഗമാണ്. സുമ്മ കുലി, നീ ഭക്ഷിച്ചു കൊള്ളുക, മിൻ കുല്ലി സമറാത്ത്, എല്ലാ ഫലങ്ങളിൽ നിന്നും. ഫസ്ലുക്കി സുബുല റബ്ബിക്കി ദുലുല, നീ നിന്റെ റബ്ബിന്റെ മാർഗത്തിലൂടെയുള്ള ഏരിയയിലേക്ക് പ്രവേശിച്ചു കൊള്ളുക. അതായത് അവർക്കൊരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്, അവർക്കൊരു കാന്തിക മണ്ഡലമുണ്ട്. തേനീച്ചകൾക്ക് ഒരു കാന്തിക മണ്ഡലമുണ്ട്. അതുപയോഗിച്ചാണ് അവർ ദിശ തിരിച്ചറിയുക. അവർക്ക് റൂട്ടുണ്ട്. ഒരു പൂവിൽ നിന്ന് അവരുടെ കൂട്ടിലേക്ക് എത്താൻ ഒരു കൃത്യമായ ദിശ അവർക്കുണ്ട്. ഒരു പക്ഷേ സൂര്യന്റെയും ചന്ദ്രന്റെയും ഒക്കെ അടിസ്ഥാനത്തിൽ അവർ ആ ദിശയെ നിയന്ത്രിക്കുന്നതാണ്. സുബ്ഹാനല്ലാഹ്. അതിനവർ മറ്റൊരു തേനീച്ചക്ക് എവിടെയാണ് തേനുള്ളതെന്ന് പറഞ്ഞു കൊടുക്കാൻ ഒരു വാഗൽ ഡാൻസ് നടത്തും. ഒരു 8 ആകൃതിയിൽ അവർ ഡാൻസ് ചെയ്യും. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും തേനീച്ചകൾ ഇങ്ങനെ വട്ടത്തിൽ കറങ്ങുന്നത്. അത് ഐറ്റാക്ക് അങ്ങനെ കറങ്ങാൻ പുതിയതായിട്ട് കറങ്ങല്ല, അത് അങ്ങനെ ഡിസൈൻ ചെയ്തത്. അത് അവർ നിർദ്ദേശം കൊടുക്കുകയാണ്. അതിൽ അവരുടെ തല ഏതു ഭാഗത്തേക്കാണ് തിരിഞ്ഞത്,
ആ ഭാഗത്തേക്കായിരിക്കും അവർ തേനുണ്ടാവുന്ന. അതിനൊരു കാന്തിക മണ്ഡലമുണ്ട്, ഒരു ദിശയുണ്ട് അവർക്ക്. അതാണ് വസ്ലുക്കി സുബുല റബ്ബിക്ക് ദുലുല, നിന്റെ റബ്ബിന്റെ മാർഗത്തിലേക്ക് നീ പ്രവേശിച്ചു കൊള്ളുക. അവർക്കൊക്കെ പടച്ചോൻ കൃത്യമായി നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. പിന്നെ അള്ളാഹു പറയുന്നു യഖ്റുജു മിൻ ബുത്തൂനിഹാ ശറാബുൻ, അതിന്റെ വയറ്റിൽ നിന്ന് ഒരു പാനീയം പുറത്തു വരും. മുഖ്തലിഫുൻ അൽവാനുഹു, വ്യത്യസ്ത നിറങ്ങളിലുള്ള. ഫിഹി ശിഫാഉൽ ലിന്നാസ്, അതിൽ ജനങ്ങൾക്ക് ശിഫയുണ്ട്. ഇന്ന ഫീ ദാലിക ലആയാതിൻ ലിഖൗമി യതഫക്കറൂൻ, ചിന്തിക്കുന്ന ആളുകൾക്ക് ദൃഷ്ടാന്തമുണ്ട് എന്നുള്ള. ആലോചിച്ച് നിങ്ങൾ, അതിന്റെ വയറ്റിന്ന് അല്ലെ ഒരു തേനീച്ച ഏകദേശം 1 ടീസ്പൂൺ തേന് കിട്ടണമെങ്കിൽ 25,000 പൂക്കൾ സന്ദർശിക്കണം എന്നുള്ളതാണ്. നമ്മൾ കുടിക്കുന്ന 1 ടീസ്പൂൺ തേനാവണമെങ്കിൽ തേനീച്ച 25,000 പൂക്കൾ സന്ദർശിക്കണം. മറ്റൊരു റിപ്പോർട്ടിൽ കാണാം 12 തേനീച്ചകളുടെ ലൈഫ് ടൈം വർക്കാണ് 1 ടീസ്പൂൺ തേന്. 12 തേനീച്ച ചാവണ വരെ പണിയെടുക്കുന്നതാണ് 1 ടീസ്പൂൺ തേന്. ആ തേനാണ് നമ്മൾ ഈ ഉപയോഗിക്കുന്നത്. അപ്പൊ അത്രക്കും കൃത്യമായ അല്ലെ വളരെ സംവിധാനിച്ച നിർദ്ദേശങ്ങളാണ് അല്ലാഹു തആല തേനീച്ചകൾ കൊടുത്തത്. അവിടെ നമുക്ക് പ്രത്യേകത എന്താ? ഖുർആൻ ഉപയോഗിച്ചത് സ്ത്രീലിംഗത്തിലാണ്. അതില് ജനങ്ങൾക്ക് ശിഫയുണ്ടെന്ന് ഖുർആൻ 1400 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അക്ഷരജ്ഞാനമില്ലാത്ത പ്രവാചകനായിരുന്ന മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ആ ഉമ്മത്തിന് ഇത് പഠിപ്പിക്കുന്നത്. സുബ്ഹാനല്ലാഹ്, അതാണ് ഏറ്റവും അത്ഭുതം. അതുകൊണ്ട് ഇത് കേവലം ഒരു ഗ്രന്ഥമല്ല, മറിച്ച് ഇത് ദൈവിക ഗ്രന്ഥമാണ്. ഇത് നമ്മുടെ ജീവിതത്തിന് വഴികാട്ടിയാണ്, വെളിച്ചമാണ് എന്നത് നമ്മൾ മനസ്സിലാക്കുക. അതുപോലെ തന്നെ തേനീച്ച ഒരു സെക്കൻഡിൽ 230 പ്രാവശ്യം ചിറകടിക്കും. ഏകദേശം 1 മിനിറ്റിൽ 13,000 പ്രാവശ്യം അത് ചിറകടിക്കുന്നുണ്ട്. ഈ തേനീച്ച, പെൺതേനീച്ചകൾ പൂവിൽ നിന്ന് ശേഖരിക്കുന്ന തേന് കൂട്ടിലെത്തിക്കഴിഞ്ഞാൽ അത് വായയിലൂടെയാണ് അത് കൈമാറ്റം ചെയ്യുക. അവർക്ക് 2 വയറുകൾ ഉണ്ടെന്ന്, ഒന്ന് അവരുടെ സ്റ്റൊമക്കും മറ്റൊന്ന് സ്റ്റോറേജും. ഈ മറ്റേ തേനീച്ച നൽകുന്നത് സ്വീകരിക്കാൻ. അങ്ങനെ വായയിലൂടെ കൈമാറി കൂടിനകത്തേക്ക് എത്തും. കൂടിനകത്തെത്തിയാലോ ഏകദേശം ഒരു പൂമ്പൊടിയിൽ നിന്ന് എടുക്കുന്ന തേനിൽ 80% വെള്ളം ഉണ്ടാവും, ജലത്തിന്റെ കണ്ടന്റ് ഉണ്ടാവും. വെള്ളത്തോട് കൂടി അത് സ്റ്റോർ ചെയ്താൽ അത് കേടുവന്നു. അതിനാണ് അതിൻ്റെ അകത്ത് ചിറകടിച്ചുകൊണ്ട് അതിനെ ഉണക്കും. എത്ര ഡിസൈൻ, വളരെ അത്ഭുതകരമായ ഡിസൈനിങ് ആണ് തേനീച്ചയുടെ കൂട്. ഇതൊക്കെ ആര് നിർദ്ദേശിച്ചു? ആ അള്ളാഹുവാണ് നമ്മോട് സംസാരിക്കുന്നത്. വിശുദ്ധ ഖുർആൻ സൂറത്തു അൽ ഗാശിയയിലൂടെ പറഞ്ഞു അഫലാ യൻദുറൂന ഇലൽ ഇബിലി കൈഫ ഖുലിഖത്, നിങ്ങൾ ഒട്ടകങ്ങളിലേക്ക് നോക്കുന്നില്ലേ, അതെങ്ങനെ സൃഷ്ടിക്കപ്പെട്ടു? നമ്മൾ ഓതാറുണ്ട്, ഒരു പക്ഷെ എല്ലാ വെള്ളിയാഴ്ചകളും നമ്മൾ കേൾക്കാറുണ്ട്. നമ്മൾ എപ്പോഴെങ്കിലും ഒട്ടകത്തെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? എങ്ങനെയാണ് ഒട്ടകത്തെ സൃഷ്ടിക്കപ്പെട്ടത്? വഇല സമാഇ കൈഫ റുഫിഅത് വഇലൽ അർളി കൈഫ നുസിബത് വഇലൽ അർളി കൈഫ സുതിഹത് വഇലൽ ജിബാലി കൈഫ നുസിബത്, പർവ്വതങ്ങൾ എങ്ങനെയാണ് നാട്ടപ്പെട്ടത് എന്നും വൈലൽ അർളി കൈഫ സുതിഹത്, ഭൂമി എങ്ങനെയാണ് ഒരു പരത്തപ്പെട്ട അവസ്ഥയിൽ നമുക്ക് തോന്നുന്നതും. ഇതൊക്കെ നമ്മൾ ചിന്തിക്കണ്ടേ? അള്ളാഹ് ചോദിക്കുകയാണിത്. അഫലാ യൻദുറു, നിങ്ങൾ നോക്കുന്നില്ലേ, നിങ്ങൾ ആലോചിക്കുന്നില്ലേ? ഒട്ടകത്തെ കുറിച്ച് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. ഇത് ഒരുപാട് പറയാനുണ്ട് ഈ വിഷയം. നമ്മളൊക്കെ മനസ്സിലാക്കി നമ്മുടെ QHLS ക്ലാസ്സുകളിൽ വന്നുകൊണ്ട് ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാൻ നമുക്ക് കഴിയണം. ഒട്ടകത്തിന്റെ വളരെ പ്രധാനപ്പെട്ട 1-2 കാര്യങ്ങൾ സൂചിപ്പിക്കാം. അതിന്റെ സൃഷ്ടിപ്പ് തന്നെ ഏകദേശം 40-45 ഡിഗ്രി ചൂടിൽ അതിന് സഞ്ചരിക്കാനുള്ള ശാരീരിക സംവിധാനമാണ് അള്ളാഹു സംവിധാനിച്ചിട്ടുള്ളത്. മരുഭൂമിയിലെ കപ്പൽ എന്നാണ് ഒരു പക്ഷെ അതിനൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളത്. അങ്ങനെ ഡിസൈൻ ചെയ്ത ഒരു സൃഷ്ടിയാണ് ഒട്ടകം എന്നത്. അതിൻ്റെ കാൽപാദങ്ങളും അതിൻ്റെ വായയുടെയും മൂക്കിൻ്റെയും ഒക്കെ സൃഷ്ടിപ്പ്, കണ്ണിന്റെ സൃഷ്ടിപ്പ് അല്ലെ, കൺപോളകളുണ്ട്. 3 കൺപോളകളാണ് ഒട്ടകത്തിനുള്ളത്. ഒന്ന് ഒരു പക്ഷെ നമ്മൾ പുറത്ത് കാണുന്ന കൺപോളകൾ, അകത്ത് 2 ട്രാൻസ്പെറന്റ് പോളകളുണ്ട്, തെളിഞ്ഞു കാണുന്ന കൺപോളകളുണ്ട്. ഒന്ന് വൈപ്പറിനാണ്, അതായത് മണൽ കാറ്റുകൾ അടിക്കുമ്പോൾ, കണ്ണിൽ മണലുകൾ പ്രവേശിക്കുമ്പോൾ അതിന് കണ്ണ് കാഴ്ച കിട്ടാൻ മൂടിയ ഒരു പോളയുണ്ടാകും. അതിനെ വന്ന മണലുകൾ തുടച്ചു നിൽക്കാൻ മറ്റൊരു വൈപ്പിംഗ് സിസ്റ്റം ഉള്ള ഒരു പോളയുണ്ട്. മൂക്ക് അടച്ചാലും ശ്വാസം ലഭിക്കും. അതിന് മണൽ കാറ്റടിക്കുമ്പോഴും മൂക്ക് അടച്ച് അതിന് സഞ്ചരിക്കാൻ കഴിയും, പക്ഷെ ശ്വാസം ലഭിക്കും. അതിന്റെ ചുണ്ടിന്റെ സിസ്റ്റം അല്ലെ, കീറിയ ചുണ്ടാണ്. കള്ളിമുൾച്ചെടികൾ ഭക്ഷിക്കാൻ മരുഭൂമിയിൽ കൂടുതലും ഉണ്ടാവുക മുള്ളു നിറഞ്ഞ ചെടികളാണ്. അത് കഴിക്കാൻ ഉതകുന്ന രീതിയിലാണ് അള്ളാഹു അതിന് സംവിധാനിച്ചത്. അതിന്റെ കാൽപാദങ്ങൾ മണലിൽ നിന്ന് പൊന്തുമ്പോൾ കൂർത്തിട്ടും മണലിലേക്ക് വെക്കുമ്പോൾ പരക്കുന്ന രീതിയിലാണ്, താന്നു പോകാതിരിക്കാൻ. അതിന്റെ കൈമുട്ടുകളിലും കാൽമുട്ടുകളിലും പ്രത്യേക കട്ടിയുള്ള തൊലികളാണ്.
മരുഭൂമിയിൽ കിടക്കുമ്പോൾ പൊള്ളാതിരിക്കാൻ. സുബ്ഹാനല്ലാഹ്. അഫലാ യൻദുറൂന ഇലൽ ഇബിലി കൈഫ ഖുലിഖത്. അതെങ്ങനെ സൃഷ്ടിക്കപ്പെട്ടു എന്ന് നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? അല്ലെ, അതിന് പൂഞ്ഞയുണ്ട്, നിറഞ്ഞ ഫാറ്റാണ് അതിന്. യാത്രക്കിടയിൽ അതിന് ഭക്ഷണം കഴിഞ്ഞാലും ഈ ഫാറ്റിൽ നിന്ന് അത് റിട്ടം എടുത്തുകൊണ്ട് ശരീരം ഉപയോഗപ്പെടുത്തും. ഒരു പക്ഷെ നമ്മളൊക്കെ തെറ്റിദ്ധരിച്ചിട്ടുണ്ട് അത് വെള്ളം സ്റ്റോറേജ് ആണെന്ന്. പൂഞ്ഞ ശരിക്കും ഫാറ്റാണ്. വെള്ളം അത്യാവശ്യം സ്റ്റോർ ചെയ്യാനുള്ള സ്റ്റോറേജ് അതിനുള്ളിലുണ്ട്. പൂഞ്ഞയിൽ ഫാറ്റാണ്. അതിൻ്റെ യാത്രയിൽ ആവശ്യമായ ഭക്ഷണങ്ങൾ അതിന് തിരിച്ചെടുക്കാൻ നമുക്കൊക്കെ പല സ്ഥലത്തും അങ്ങനത്തെ കുറേ സ്റ്റോറേജുകളുണ്ട്. അത് അധികമാകുമ്പോഴാണ് അറ്റാക്കൊക്കെ വന്ന് ആൾക്കാരൊരു പക്ഷേ മരിക്കുക. കാരണം ബ്ലോക്ക് ആവും, പല ഞരമ്പുകളും സ്റ്റോറേജ് ഫുള്ളായി തള്ളി അത് പൊട്ടിപ്പോവും. ശരി, അങ്ങനെ തുടങ്ങി ഒരുപാട് അത്ഭുതങ്ങൾ ഈ ഖുർആൻ നമ്മോട് സംവദിക്കുന്നുണ്ട്. അവസാനമായി ഒന്നുകൂടി പറയാം, അല്ലെ, പശുവിന്റെ പാലിനെ കുറിച്ച് ഖുർആൻ പറയുന്നത്. വിശുദ്ധ ഖുർആൻ സൂറത്തുൻ നഹ്ലിലെ തൊട്ടടുത്ത ആയത്തായി അല്ലാഹു പറയുന്നു, വഇന്ന ലക്കും ഫിൽ അൻആമി ലഇബറ. നിങ്ങൾക്ക് മാടുകളിൽ ഗുണപാഠങ്ങളുണ്ട്. നുസ്ഖീകും മിമ്മാ ഫീ ബുതൂനിഹി മിൻ ബൈനി ഫർസിൻ വദമിൻ ലബനൻ ഖാലിസൻ സായിഗൻ ലിശ്ശാരിബീൻ. നിങ്ങൾക്ക് മാടുകളിൽ ഗുണപാഠമുണ്ട്. നുസ്ഖീകും മിമ്മാ ഫീ ബുതൂനിഹി, അതിന്റെ വയറ്റിൽ നിന്ന് നിങ്ങളെ നാം കുടിപ്പിക്കുന്നു. മിൻ ബൈനി ഫർസിൻ വദമിൻ ലബനൻ ഖാലിസ. നമ്മൾ ബോട്ടി അറിയല്ലോ, വേസ്റ്റ് നിൽക്കുന്ന സ്ഥലം, അതിൻ്റെയും രക്തത്തിൻ്റെയും ഇടയിൽ നിന്ന് നിങ്ങൾക്ക് ശുദ്ധമായ പാലിനെ, നൈർമല്യമായ പാലിനെ സംവിധാനിച്ചവരാണ് അല്ലാഹു തആല. ആലോചിച്ച് നോക്കി, ഒരു ലിറ്റർ പാല് കിട്ടണമെങ്കിൽ ഏകദേശം 500 ലിറ്റർ രക്തം സംക്രമണം നടക്കണമെന്നുള്ളതാണ്. ഇനി അത് എവിടുന്ന വരുന്നത്? പശുവിന്റെ അകിടൊക്കെ നമ്മൾ കണ്ടതാണ്, അല്ലെ? അത് നിൽക്കുന്നത് ബോട്ടിയുടെ ഈ വേസ്റ്റ് നിൽക്കുന്ന, അതിന്റെ ഏറ്റവും വേസ്റ്റ് നിറഞ്ഞു നിൽക്കുന്നതിന്റെ തൊട്ടടുത്താണ്. പക്ഷെ എപ്പോഴെങ്കിലും പാലിൽ ആ വേസ്റ്റിന്റെ വല്ല അംശങ്ങളും നമുക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടോ? രക്തത്തിന്റെ കളർ എന്താ? ചുവപ്പാണ്. ആ ചുവപ്പ് രക്തത്തിൽ നിന്ന് ഏറ്റവും വെളുത്ത പാലിനെ സംവിധാനിച്ചവൻ, അതാണ് ലബനൻ ഖാലിസൻ, നൈർമല്യമുള്ള പാലിനെ സംവിധാനിച്ചവനാണ് അല്ലാഹു തആല. സുബ്ഹാനല്ലാഹ്. ഇതൊക്കെ നമ്മോട് പറയുന്നത് എന്തിനാ? ഈ ഖുർആൻ കേവലം ഒരു ഗ്രന്ഥമല്ല, നാട്ടിലെല്ലാവരും വായിക്കുന്ന ബാലരമ പോലത്തെ കഥാബുക്കല്ലത്. ഒരു പക്ഷേ ശത്രുക്കൾ പലതും പറഞ്ഞുകൊണ്ട് നമ്മുടെ ശ്രദ്ധകൾ തെറ്റിക്കും. അത് നമുക്ക് ഒരിക്കലും നമ്മെ ഉപയോഗപ്പെടുത്തരുത്. അത്തരം അന്ധവിശ്വാസങ്ങൾ നമ്മൾ പെട്ടുപോകരുത്. ഈ ഖുർആൻ അടുത്തറിയാൻ നമുക്ക് സാധിക്കണം. ഇനിയും ഒരുപാട് അത്ഭുതങ്ങൾ ഖുർആൻ നമ്മോട് സംവദിക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് അറിയാൻ QHLSകൾ നമുക്ക് സജീവമാകണം. നോക്കൂ നിങ്ങൾ, ആദ്യമായി അരീക്കോടിന്റെ മണ്ണിൽ QHLS സംവിധാനിച്ചിരുന്ന ആളുകൾ മരണപ്പെട്ടു പോയി. ഇന്നും ആയിരക്കണക്കിന് മേഖലകളിൽ ഖുർആൻ സെന്ററുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. 100 കണക്കിന് QHLSകൾ നമ്മുടെ ജില്ലയിൽ തൊട്ടടുത്ത ജില്ലകളിലായിട്ട് സജീവമാണ്. നമ്മുടെ ജില്ലയിൽ അൽഹംദുലില്ലാഹ് 54 സെന്ററുകളിൽ QHLS മുന്നോട്ട് പോവാം. ഇനിയും പുതിയ പുതിയ സെന്ററുകൾ വരട്ടെ, ആളുകൾ പഠിക്കട്ടെ. ഒരു കാലത്ത് ഖുർആൻ പഠിക്കുന്നത് പാടില്ല എന്ന് പറഞ്ഞിരുന്ന ആളുകൾ ഇന്ന് അവർ കുടുങ്ങി. കാരണം എന്താ? ഖുർആനിലേക്ക് നമ്മുടെ നാട്ടിൽ ഒരു പക്ഷെ നമുക്ക് അത്ര അറിയപ്പെട്ടിട്ടുണ്ടല്ലോ. വിദേശ രാജ്യങ്ങളിൽ ദൈനംദിന ഖുർആനിന്റെ സ്വാധീനത്താൽ ദിനം പ്രതി ഇസ്ലാമിലേക്ക് കടന്നു പ്രവേശിക്കാണ് 100 കണക്കിന് ആളുകൾ. അവർക്ക് സത്യം മനസ്സിലായിട്ട് തിരിച്ചു വരികയാണ്. പക്ഷേ നമ്മളിൽ പലരും ഈ വിശ്വാസത്തെ, അല്ലെങ്കിൽ ഈ ഒരു അചഞ്ചലമായ ഈ ആദർശത്തെ മണ്ണിലേക്ക് കുഴിച്ചു മൂടപ്പെടുകയാണ്. ഈ തോന്നിവാസങ്ങൾക്ക്, ഈ കാണുന്ന ദുനിയാവിലെ പളപളപ്പിന് വേണ്ടി നമ്മളെല്ലാം വിട്ടേച്ചു പോവുകയാണ്. അങ്ങനെ ആവരുത് നമ്മൾ ഒരിക്കലും. അതുകൊണ്ട് നമ്മുടെ QHLSകളിൽ ഈ നിൽക്കുന്ന നമ്മളെല്ലാവരും ഉണ്ടാവണം. ഇനി നമുക്കൊരു അവസരം ഉണ്ടാവില്ല. പടച്ചോന്റെ ഒരു പ്രത്യേകതയാണ്, നമുക്ക് അവസരം തരാതെ പടച്ചോൻ നമ്മളെ വിചാരണക്ക് കൊണ്ടുവരില്ല എന്ന്. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഒരു അവസരം തരാതെയാണ് പടച്ചോൻ എന്തേ നിസ്കരിക്കാൻ ഒരു നിലക്കും കഴിയാത്ത അവസ്ഥ ഇല്ല, എന്നാലും പള്ളിയിലേക്ക് പോകാൻ കഴിയാത്ത, ചലനശേഷി ഇല്ലാത്ത ഒരാളെ പടച്ചോന് എന്തേ പള്ളിക്ക് പോകത്തിനെ കുറിച്ച് ചോദിക്കുവോ? ഇല്ല. അവസരങ്ങൾ തന്നിട്ടും എന്തുകൊണ്ട് ചെയ്തില്ല എന്ന ചോദ്യത്തിലാണ് നമ്മൾ പെട്ടുപോവാ. അതുകൊണ്ട് സംവിധാനങ്ങൾ നാട്ടിലുണ്ട്, അതിൽ നമ്മൾ ഉണ്ടോ എന്ന് പരിശോധിക്കുക, നമ്മുടെ കുടുംബമുണ്ടോ എന്ന് പരിശോധിക്കുക. അല്ലാഹു തആല കുടുംബത്തോടെ ദീന് പഠിക്കാനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമുക്ക് എല്ലാവർക്കും യഥാർത്ഥമായ ദീനിനെ അടിയുറച്ച് വിശ്വസിക്കാനും അതിൽ തന്നെ യഖീനോടുകൂടി മരണപ്പെടാനുമുള്ള ഭാഗ്യം അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ എല്ലാ പാപങ്ങളും അള്ളാഹു തആല നമുക്ക് പുറത്ത് മാപ്പ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വിശുദ്ധ ഖുർആൻ അടുത്തറിഞ്ഞ് അതിന്റെ വക്താക്കളായി, അഹ്ലുൽ ഖുർആനിന്റെ ആളുകളായി, നാളെ അള്ളാഹുവിന്റെ പ്രവാചകൻ ഖേദിക്കുന്ന വിഭാഗത്തിൽ പെടാതിരിക്കാൻ നിരന്തരമായി പ്രാർത്ഥിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക. അള്ളാഹു തആല
നമുക്കെല്ലാവർക്കും അതിന് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വാഹിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.